വർഷങ്ങളായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വഞ്ചി നമ്മൾ ഒരുപാട് തുഴഞ്ഞ് കുമ്പസാരം കുർബാന എന്തെല്ലാം ഐശ്വര്യ പറഞ്ഞല്ലോ അതുപോലെ നടത്തിയിട്ടും ഒരിഞ്ച് പോലും ആത്മീയ ജീവിതം വളരുന്നില്ല എന്നൊരു അനുഭവം നമ്മൾ അനേകർക്കില്ലേ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയുടെ പ്രിയപ്പെട്ട സഹോദരരെ, കർത്തൃ പ്രാർത്ഥനകളും എടുക്കുന്ന തിരുവചന വിചിന്തന പരമ്പരയുടെ 86-ാമത്തെ സെഷനിലേക്ക് ഈശോയുടെ നാമത്തിൽ ഹൃദ്യമായ സ്വാഗതം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്തൃ പ്രാർത്ഥനയിലെ 7 യാചനകളിൽ 5-ാമത്തെ യാചനയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുകയാണല്ലോ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വരുമ്പോൾ നിർദ്ധന പുരത്തിൻ്റെ മുമ്പ് നമ്മൾ കാണുകയുണ്ടായി. 10,000 താലന്ത് ഇളച്ച് കിട്ടിയിട്ട് 100 ദിനാറ ഇളച്ചു കൊടുക്കാൻ മടിക്കുന്നതായ ഭൃത്യൻ അങ്ങർക്ക് ലഭിച്ചതായ ഇളവ് ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അതിൻ്റെ പ്രായോഗിക വശം നമ്മൾ ചിന്തിച്ചു. നമുക്ക് കുമ്പസാരത്തിൽ ലഭിക്കുന്നതായ പാപമോചന ആശീർവാദങ്ങൾ കൈമോശം വന്ന് നമ്മൾ വീണ്ടും പാപത്തിൻ്റെ വല്ലാത്ത അവസ്ഥയിലേക്ക്, ചെടുക്കുഴിയിലേക്ക് വീണ്ടും പതിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ കടത്തിൻ്റെ ബാധ്യതയിലേക്കും കെട്ടപ്പെട്ട അവസ്ഥയിലേക്കും പിശാചിൻ്റെ മടിയിലേക്ക് വീണ്ടും ചെന്ന് വീഴുന്ന അപകടം നമുക്ക് വരുത്തി വെക്കുന്നുണ്ട് ക്ഷമിക്കാത്ത ഓരോ അവസരത്തിലും എന്ന് കാണുകയുണ്ടായി. ഇതൊരു നമ്മൾ ശരിക്കും ഞടുക്കേണ്ട ഒരു വചന വിചിന്തനം തന്നെയാണ്. ഈശോ ഇത് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയല്ല, വേറെ രീതി വ്യാഖ്യാനിക്കാനൊന്നും പറ്റത്തില്ല. നമുക്ക് സാരമില്ലെന്നോ അത് അങ്ങനെ എത്ര ഗൗരവത്തിലെടുക്കേണ്ട കാര്യമില്ലെന്നോ ഒക്കെ ചിന്തിക്കാൻ പോയാൽ മത്തായി 5-ന്റെ ആദ്യ വാക്യങ്ങളിൽ 17, 18, 19, 20 വാക്യങ്ങൾ ഈശോ പറഞ്ഞിട്ടുണ്ടല്ലോ. നിയമത്തിൻ്റെ വള്ളി പുള്ളി മാറില്ല. ഈ നിയമങ്ങളേറ്റവും നിസ്സാരമായി ഒന്ന് അവഗണിക്കുകയോ അത് അവഗണിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്ന വ്യക്തി നിസ്സാരനായിട്ട് പോകും എന്ന് പറഞ്ഞുകൊണ്ട് താക്ക് നമുക്ക് നൽകുന്നുണ്ട്. ഒന്നും അവഗണിക്കാൻ നമുക്ക് അനുവാദമില്ല എന്ന്. അപ്പം ഇവിടെ ഈ പറഞ്ഞ നിർദ്ധന ഭൃത്യൻ്റെ ഉപമയിൽ ഉപമ മാത്രം വ്യാഖ്യാനം ഈശോ പറഞ്ഞു കഴിഞ്ഞു. അത് നമുക്ക് അവിടെ ഒരു സംശയത്തിനും അവകാശമില്ല. അതിനുള്ള ഒരു പഴുതവിടെ ഇല്ല. നമ്മൾ ഗൗരവത്തിലെടുത്തേ പറ്റൂ. അപ്പം പച്ചയ്ക്ക് പറഞ്ഞാൽ നമുക്ക് ഇതുവരെ കിട്ടിയ കുമ്പസാരങ്ങളിൽ ബഹുഭൂരിഭാഗം കുമ്പസാരങ്ങൾ ക്യാൻസലായി പോയിട്ടുണ്ട്. നമ്മുടെ കൂടെയുള്ള സഹോദരങ്ങളുടെ തെറ്റുകൾ നമ്മൾ ക്ഷമിക്കായി നടന്നത് മൂലം ആ ഒരു പോസിബിലിറ്റി ഞാൻ പറയുകയാണ്. വളരെ ഗൗരവമായ പോസിബിലിറ്റി ഉണ്ട്. ഞാൻ പറഞ്ഞു, വർഷങ്ങളായുള്ള ആത്മജീവിതവും ഭക്താഭ്യാസങ്ങൾ ഉണ്ടായിട്ട് പോലും നമ്മുടെ ജീവിതം ഒട്ടും മുന്നോട്ട് പോകാതെ കെട്ടിക്കിടക്കുന്ന അവസ്ഥ ചിന്തിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വരുന്ന ഒരു പഴയ കഥയുണ്ട്. കേട്ടിട്ടുണ്ടാകും. വഞ്ചി തിരുനക്കര തന്നെ എന്ന് പറഞ്ഞ കഥ കേട്ടിട്ടുണ്ടോ? ഞാനൊക്കെ ചെറുപ്പകാലത്ത് കേട്ടിരിക്കുന്ന കഥയാണ്. എന്ന് വെച്ചാൽ തിരുനക്കര കോട്ടയത്തുള്ള ഒരു കടവാണ്. ഒരു മത്തായി ചേട്ടൻ ആരെങ്കിലും ആട്ടെ, ഒരു കടത്തുവള്ളമുണ്ട്. അതിങ്ങനെ ചരക്ക് നിറയെ കയറ്റി എന്നിട്ട് ആലപ്പുഴയ്ക്ക് രാത്രിയിലാണ് പോകുന്നത്. ഒരു പക്ഷേ തിങ്കളാഴ്ചയൊക്കെ ചരക്ക് കയറ്റി, ചൊവ്വാഴ്ച ചരക്ക് കയറ്റി കെട്ട് മുറുക്കി പാക്ക് ചെയ്തിട്ട് ചൊവ്വാഴ്ച രാത്രി ആകുമ്പോഴേക്കും അത്താഴം കഴിച്ചിട്ട് അങ്ങനെ വള്ളമെടുത്താൽ തുഴച്ചിൽ ആരംഭിച്ചാൽ ബുധനാഴ്ച രാവിലെ നേരം വെളുക്കും ആലപ്പുഴ ചെല്ലും. അങ്ങനെയാണ് ഇതിൻ്റെ സങ്കല്പം പശ്ചാത്തലം കിടക്കുന്നത്. അപ്പം ഇങ്ങനെ ഇച്ചിരി കണ്ടും കുടിച്ചിട്ടാണ് രാത്രി അത്താഴം കഴിഞ്ഞ് തുഴയാൻ തുടങ്ങുന്നത്. കാരണം ഉറക്കോടി തുഴയണ്ടേ. അപ്പോൾ അന്ന് ഒരു ചൊവ്വാഴ്ച നല്ലപോലെ ചരക്ക് കിട്ടി, വള്ളം നിറയെ പാക്ക് ചെയ്തു. നല്ല ലാഭത്തിൻ്റെ സാധ്യതയാണ് മുമ്പിലുള്ളത്. അതിൻ്റെ ഇച്ചിരി ആവേശം തോന്നിക്കൊണ്ട് ഇച്ചിരി കൂടുതൽ കള്ളു കുടിച്ചെന്നാണ്. അങ്ങനെ കള്ളു കുടിച്ച് ഇച്ചിരി കൂടുതൽ വാചകം അടിച്ച് കള്ളു കുടിച്ചു. അതിൻ്റെ രസത്തിൽ അല്പം ലേറ്റായി. അതുകൊണ്ട് ഓടിപ്പിടിച്ച് വന്ന് വള്ളത്തെ കയറുമ്പോഴേക്കും ലേറ്റായെന്ന് ചിന്ത കിടപ്പുണ്ട്. അവിടെ വെച്ച് പരവേശപ്പെട്ടാണ് വള്ളം എടുക്കുന്നത്. അങ്ങനെ വള്ളം എടുത്തിട്ട് ആഞ്ഞു തുഴഞ്ഞു. കാരണം സമയം തെറ്റിയാൽ ലേറ്റായാൽ അവിടെ ചില വേറെ വള്ളക്കാർ ചെട്ടി പിടിച്ചാൽ നമുക്ക് ചരക്കിറക്കാൻ പറ്റിയാൽ സംഗതി മൊത്തം തെറ്റും. അവിടെ ആഞ്ഞു തുഴഞ്ഞു. നേരം പരപരാ വെളുക്കുമ്പം ആലപ്പുഴയ്ക്ക് ഒരു അര മണിക്കൂർ ഇപ്പുറമല്ലേ 1 മണിക്കൂർ ഇപ്പുറത്തൊക്കെ ഉള്ള ചില മരങ്ങൾ ആറ്റിയണ്ടിയിലുള്ളത്, അല്ല ചില പ്രത്യേക വീടുകളൊക്കെ അടയാളമായിട്ട് മനസ്സിലുണ്ട്. പക്ഷെ അന്ന് നേരം പരപര വെളുത്തപ്പോഴും ചേട്ടൻ നോക്കിയപ്പോൾ ആ മരങ്ങളും വീടൊന്നും കാണുന്നില്ല. അപ്പോൾ ചേട്ടന് പെട്ടെന്ന് മനസ്സിലായി സംഭവം ലേറ്റാണ്. ആഞ്ഞ് വീണ്ടും കണ്ണ് ഉടച്ച് നേരെ തുഴയുകയാണ്. നല്ലപോലെ തുഴഞ്ഞു. നല്ലപോലെ നേരം വെളുക്കുമ്പം ആലപ്പുഴ ജെട്ടിയിലെത്തുന്നതാണ്. നേരെ നല്ലപോലെ വെളുത്തു. ചേട്ടൻ നോക്കുമ്പോൾ ഉണ്ട് വഞ്ചി തിരുനക്കര തന്നെ, കോട്ടയത്ത് തിരുനക്കര തന്നെയാണ് വഞ്ചി കിടക്കുന്നത്. ഞടുങ്ങി വിഷമിച്ചു പയ്യെ അന്തിച്ച് പുറകോട്ട് നോക്കുമ്പോൾ ഉണ്ട് വള്ളത്തേലുള്ള കയറ് കുറ്റിയിലിട്ടിരുന്നതാണ്. അത് പൂസ് കള്ളടിച്ച വന്നത്. ഈ കയറ് കുറ്റിയെ നൂരി പതിവ് പോലെ ഊരിയിട്ട് വീണ്ടും ഈ പൂസ് കാരണം അറിയാതെ ഈ കുറ്റിയലോട്ട് തന്നെ ഇട്ടു.
അറിഞ്ഞില്ല, ശ്രദ്ധിച്ചില്ല. എന്നിട്ട് അത് ഒഴിച്ചൊരു മുഴുവൻ തുടങ്ങിയത്. 1 ഇഞ്ച് പോലും വള്ളം നീങ്ങിയില്ല, രാത്രി മുഴുവനും തുഴഞ്ഞിട്ട്. ശേഖമുള്ളവരെ, ഞാനിത് പറയുന്നത് വർഷങ്ങളായിട്ട് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ വഞ്ചി നമ്മൾ ഒരുപാട് തുഴഞ്ഞ് കുമ്പസാരം, കുർബാന, എന്തെല്ലാം ഐശ്വര്യ പറഞ്ഞല്ലോ, അതുപോലെ നടത്തിയിട്ടും 1 ഇഞ്ച് പോലും ആത്മീയ ജീവിതം വളരുന്നില്ല എന്നൊരു അനുഭവം നമ്മൾ അനേകർക്കില്ലേ? അമ്മ തെരേസയുടെ ആഭ്യന്തര കർമ്മത്തെക്കുറിച്ചുള്ള വ്യാഖ്യാന പരമ്പര യൂട്യൂബിൽ ഞാൻ ചെയ്ത് കിടപ്പുണ്ട്. 255 സെഷനുകളുണ്ട്. അമ്മ തെരേസ അതിനകത്ത് ആത്മജീവിതത്തെ ഇങ്ങനെ ഒരു യാത്രയായിട്ട് അവതരിപ്പിക്കുക. നമ്മുടെ ഉള്ളത്തിലുള്ള കർമ്മത്തിലേക്ക്, ആത്മാവാകുന്ന കർമ്മത്തിലേക്ക് നമ്മൾ ചെന്ന് കയറി 7ാമത്തെ സദനത്തിൻ്റെ ഉള്ളിൽ വസിക്കുന്ന ദൈവവുമായിട്ട് ഒന്നാകുന്ന അനുഭവമാണ് ആത്മജീവിതം. അപ്പോൾ ഈ കർമ്മത്തിൻ്റെ വലിയ ബംഗ്ലാവിൻ്റെ മുറ്റത്താണ് സാധാരണ ആത്മജീവിതം ഇല്ലാത്തവർ വസിക്കുന്നത്. അവിടുന്ന് ആത്മജീവിതം ആരംഭിക്കുമ്പോൾ 1ാം സ്ഥാനത്ത് കയറുന്നു, പിന്നെ 2, 3, 4 അങ്ങനെ കയറി പോകുമ്പോൾ അനുഭവങ്ങൾ എന്തൊക്കെയാണ്, ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ്, അപകടങ്ങൾ ഒഴിവാക്കേണ്ടത് എന്തൊക്കെയാണ്, എന്തെല്ലാം കാര്യം അമ്മ തെരേസ പറഞ്ഞ് വിവരിച്ചിട്ടാണ് 7 സദനങ്ങളെക്കുറിച്ച് അനേക അധ്യായങ്ങളിലൂടെ പറഞ്ഞു പോകുന്നത്. 7ാം സദനത്തിലേക്ക് വരുന്നൊരു വ്യക്തിയുടെ അനുഭവം എന്താ മനോഹരമായിട്ട് വർണ്ണിക്കുന്നുണ്ട്. അത് അമ്മ തെരേസയും മറ്റ് അനേക വിശുദ്ധരായ ആൾക്കാരും അന്നും ഇന്നും എല്ലാം സ്വന്തമാക്കുന്ന അനുഭവം തന്നെയാണ്. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ ആ അനുഭവത്തിലേക്ക് വരേണ്ടവരാണ് നമ്മൾ. ഉള്ളിലുള്ള ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുക. സുവിശേഷങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന അതല്ലേ. വിസ്തുർബാനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ കണ്ടു കഴിഞ്ഞു, ഈ അപ്പം ഭക്ഷിക്കുന്നത് എന്നിലും ഞാൻ അവരിലും വസിക്കും. നമ്മുടെ ഉള്ളിലുള്ള ഈശോയുടെ സാന്നിധ്യം നമ്മൾ പുതുക്കി കിടക്കും മാനസികരണം വഴി. അങ്ങനെ ഞാൻ പിതാവ് മൂലം ജീവിക്കുന്ന പോലെ ഈ അപ്പം ഭക്ഷിക്കുന്നത് ഞാൻ മൂലം ജീവിക്കും. ആ അനുഭവത്തിലേക്ക് നമ്മൾ വരണം. അപ്പം ഭക്ഷിക്കുന്നത് മാത്രമായില്ല, കുർബാന സ്വീകരിക്കുന്നത് മാത്രമായില്ല, ഈ അനുഭവത്തിൽ ഞാൻ വരുന്നുണ്ടോ. വീണ്ടും നമുക്കറിയാം യോഹന്നാൻ 14, 20, 21 പറയുമ്പോൾ ഞാൻ നിങ്ങളിലും നിങ്ങൾ എൻ്റെ ഞാൻ പിതാവിലുമാണെന്ന് ആ ദിവസം നിങ്ങളറിയും. യോഹന്നാൻ 14, 23 ഞാൻ പിതാവും ആ വ്യക്തിയിൽ വന്ന് വാസം ഉറപ്പിക്കും വന്നിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയുന്ന, അത് നമ്മൾ ദൈവം ഉണ്ടെന്ന് പറയുന്നൊരു അനുഭവം അല്ലത്. നമ്മുടെ ഉള്ളിൽ ദൈവസാന്നിധ്യത്തിൽ ലയിച്ച് നിറഞ്ഞതിൻ്റെ കരുത്തിൽ സ്റ്റെഫാനസിനെ കല്ലെറിയുമ്പം നമുക്കറിയാം, നമ്മൾ സൂചിപ്പിച്ചതാണത്. ആൾക്കാർ ആക്രോശിച്ച് കല്ലുമായിട്ട് ചുറ്റും നിൽക്കുന്നു, എറിയുകയാണ്, വീണ് കല്ല് ഏറേറ്റ് തല പൊട്ടുന്നു, ഉരുണ്ട് പറഞ്ഞ് വീഴുന്നു. പക്ഷേ അപ്പോൾ സ്റ്റെഫാനോസ് സ്വർഗീയ ദർശനം കാണുക. തൊട്ട് മുമ്പ് പറയുന്നുണ്ട്, അവരെ ചോദ്യം ചെയ്യാൻ ആരംഭിക്കും, അവൻ്റെ മുഖം ഒരു മാലാഖയുടെ മുഖം പോലെയായിരുന്നു, ഒരു ദൈവദൂതനെ പോലെ കാണപ്പെട്ടു. വീണ്ടും കല്ലെറിയപ്പെടുമ്പോൾ സ്വർഗദർശനത്തിൽ അവൻ ലയിച്ചിട്ട് ഇതാ ഈശോ പിതാവിൻ്റെ വലത്തുഭാഗത്തേക്ക് ഞാൻ കാണുന്നു പറഞ്ഞുകൊണ്ട് ഇവരുടെ തെറ്റിന് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടാണ് വീണ്ടും മരിക്കുന്നത്. അങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കയറി വരാനായിട്ട് അന്നത്തെ ആ കാലഘട്ടത്തിൽ യുവാവായ സ്റ്റെഫാനസിന് പോലും സാധിച്ചു. അനേക വിശുദ്ധ രക്തസാക്ഷികൾ അങ്ങനെ ജീവിച്ചവരാണ്, ഇന്നും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്. നമ്മുടെ ഉള്ളിലൊരു ദൈവസ്ഥാനം നന്നാസ്ഥാനം കൊടുത്തു. നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, തലകീഴ്, ലോകത്തെ തലകീഴ് മറിച്ച അവസ്ഥയെ പറ്റി പറഞ്ഞപ്പോഴും പറഞ്ഞു, ഏതാ തലകീഴല്ലാത്ത അവസ്ഥ, തല നേരെയ അവസ്ഥ ഏതാ? അതാണ് ഈശോ ജീവിച്ചത്, അപ്പോസ്തലന്മാർ ജീവിച്ച് കാണിച്ചു കൊടുത്ത് അനേക രക്തസാക്ഷി വിശുദ്ധരും ജീവിച്ചത്. അത് അമ്മ തെരേസ പങ്കുവെക്കുന്നത് വിശദമായിട്ട്. അങ്ങനത്തെ അനുഭവത്തിലേക്ക് നമ്മൾ എത്ര പണ്ടേ കയറി വരേണ്ടതായിരുന്നു. ഈ 2ാം സദനം 3ാം സദനം കഴിഞ്ഞ് 4, 5, 6ലേക്കൊക്കെ അങ്ങനെ കയറി വന്നിട്ടുണ്ടോ? അങ്ങനെ കയറി വന്നാലുള്ള അനുഭവം എന്താണ്? യോഹന്നാൻ്റെ 1ാം ലേഖനം 3ാമത്തെ അനുഭവമാക്കി പറയുകയാണ്, ദൈവത്തിൻ്റെ ചൈതന്യം അവന് വസിക്കുന്നു, അവൻ ദൈവത്തിൽ ജനിച്ചവനാണ്, ദൈവത്തിൻ്റെ ചൈതന്യം അവന് വസിക്കുന്നു, അതുകൊണ്ട് അവന് പാപം ചെയ്യാൻ സാധ്യമല്ലെന്നാകുമെന്നാണ്. പാപം ചെയ്യാൻ സാധ്യമല്ലാത്ത അവസ്ഥയിലേക്ക് ഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ നമുക്കായിത്തീരാൻ പറ്റുമെന്ന് വചന വാഗ്ദാനം കിടപ്പുണ്ട്. അങ്ങനെയുള്ളവരുടെ മുമ്പിലാണ്, അങ്ങനെയുള്ളവർക്കുള്ള വചനവാഗ്ദാനമാണ് ലൂക്ക 10:10 മറക്കരുത്. പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിൻ്റെ സകല ശക്തികളുടെ മീത് ചവിട്ട് നടക്കാൻ നിങ്ങളിങ്ങനെ അധികാരം നൽകിയിരിക്കുന്നു, ഒന്നും നിങ്ങൾ ഉപദ്രവിക്കുകയില്ല. ഈ അവസ്ഥ. അപ്പം ഇത് നമ്മൾ വായിക്കുമ്പം ഇങ്ങനെ നമ്മൾ ഒട്ടും ആകുന്നേ ഇല്ലല്ലോ. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം ഇവിടെ നമ്മൾ കാണണം. ഹൃദയപൂർവ്വം നമ്മൾ ക്ഷമിക്കാതെ അനേകരെ കുറിച്ച് ഓരോ ദിവസവും പരാതിപ്പെട്ടും പെറുപെറുത്തും അകൽച്ചയെടുത്തും ഇങ്ങനെ നടന്നത് കൊണ്ട് ദൈവം നമുക്ക് നൽകിയ പാപമോചന ആശീർവാദങ്ങൾ അനേകം ക്യാൻസലായി. അതുകൊണ്ട് എന്താ, പിശാചിൻ്റെ പണയമായിട്ട് നമ്മൾ മാറി കടത്തിപ്പെട്ടു. അതൊരിക്കലും മാറുന്നില്ല. പിശാചിനെ ബന്ധനത്തിൽപ്പെട്ട് കിടക്കുന്നു. അവൻ്റെ കസ്റ്റഡിയിലാണ് നമ്മുടെ ജീവിതത്തിൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരീരം നമ്മളിത് പുണ്യങ്ങൾ മുഴുവൻ ചെയ്യുന്നുണ്ട്.
സുഹൃത്ത് അഭ്യാസങ്ങളും ഉദാശകളും എല്ലാം നടക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ജീവിതം പൈശാചിക അടിമത്തത്തിലാണ്, പാപത്തിൻ്റെ ബന്ധനത്തിലാണ്, കടങ്ങളിലാണ്. ഈ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ് ഈ കർത്തൃ പ്രാർത്ഥനയിൽ ഈ ക്ഷമിക്കപ്പെടുക എന്നുള്ളത്, സഹോദരങ്ങളോട് ക്ഷമിക്കുക എന്നൊരു ബന്ധിപ്പിച്ച് ഈശോ വെച്ചിരിക്കുന്നത് തിരിച്ചറിയണം. ഇത് എങ്ങനെ നമുക്ക് സാധിക്കും എന്നുള്ളത് ഗൗരവം ചിന്തിക്കേണ്ടതാണ്. അതിനുള്ള ഏറ്റവും വലിയ മാതൃകയും നമുക്കുള്ള ഒരു പ്രചോദനം എല്ലാം ഈശോ തന്നെയാണ്. 1 കൊരിന്തോസ് 6:7 എന്തുകൊണ്ട് നിങ്ങൾ ദ്രോഹം സഹിച്ചുകൂടാ, വഞ്ചന ക്ഷമിച്ചുകൂടാ? ഈ മനുഷ്യവർഗത്തിനിടയിൽ ഏറ്റവും അധികം വഞ്ചിക്കപ്പെട്ട, ദ്രോഹിക്കപ്പെട്ട വ്യക്തി ഈശോ എന്ന് പറയാം. അത് ഒരു തിന്മയില്ലാത്ത നന്മയും സ്നേഹവും മാത്രമായ പരമശുദ്ധനായ ദൈവിക നന്മയുടെ നിറവിലുള്ള ഒരു വ്യക്തിയെ ഇതുപോലെ വഞ്ചിച്ച് ഒറ്റിക്കൊടുത്ത് പീഡിപ്പിച്ച് കൊല്ലുക എന്ന് പറയുമ്പം ഈശോയുടെ നന്മയും വിശുദ്ധിയും ഇവിടുത്തെ തിന്മയുടെ ക്രൂരതയുടെ ആധിക്യവും അത് തമ്മിലുള്ള അതാണ് പരിഗണിക്കുമ്പോൾ ആ ഒരു അന്തരം, ദ്രോഹത്തിൻ്റെ വഞ്ചനയുടെ വലുപ്പം, യൂദാസിനെ ഈശോയെ വിറ്റ് കിട്ടിയ 30 വെള്ളിക്കാശ് പോക്കറ്റിലിട്ട് അത് പൊത്തിപ്പിടിച്ചുകൊണ്ട് സാത്താനെ അകത്തിരുത്തി സൽക്കരിച്ച് ഈശ്വര പക്കലേക്ക് ഒരു പുഞ്ചിരിയോടെ വന്ന് ഗുരു സ്വസ്തി എന്ന് പറഞ്ഞ് അവിടുത്തെ മുത്തുന്നു. ഇത് മുഴുവൻ അറിഞ്ഞുകൊണ്ട് ഈശോ നിൽക്കുന്നു. ആ മുത്തത്തിൻ്റെ സ്പർശനം ഈശോ തട്ടിക്കടയുന്നില്ല, സ്വീകരിക്കുന്നു. അവൻ്റെ മോദക സ്നേഹിത എന്ന് വിളിക്കുന്നു. അപ്പം ദ്രോഹവും വഞ്ചനയും കാണിക്കുന്നവരോട് എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാത്ത മാതൃക ഈശോ തന്നിരിക്കുകയാണ്. പത്രോസിൻ്റെ 1-ാം ലേഖനത്തിൻ്റെ 2-ാമത്തെ അധ്യായത്തിൽ 19, 20, 21, 22 വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്യായമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ ദൈവചിന്തയുടെ ക്ഷമയുടെ ശിക്ഷ അനുഗ്രഹപ്രദമാണ് എന്ന് പറയുകയാണ്. എന്നിട്ട് അവിടെ പറയുകയാണ്, തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുന്നതിന് എന്ത് മെച്ചമായിരിക്കുന്നത്? അത് നമ്മൾ പരിഹാരം ഏറ്റെടുക്കണം. അനുദപിച്ച കള്ളം പറഞ്ഞൊരു നമ്മുടെ പാപത്തിനൊക്കെ ശിക്ഷയാണ്, നമ്മൾ സ്വീകരിക്കണം എന്ന് നമ്മൾ വീണ്ടും പറയാണ്. എന്നാൽ നന്മ ചെയ്തിട്ട് ഉപദ്രവം, വഞ്ചന, ദ്രോഹം ഏൽക്കേണ്ടി വന്നാൽ അത് ഇതിനായിട്ട് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈശോ അപ്പസ്തലൻ പഠിപ്പിക്കുകയാണ് അവിടെ. ഈശ്വരൻ അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിന്ദിക്കപ്പെട്ടപ്പോൾ അവൻ നിന്ദിച്ചില്ല, പീഡിപ്പിക്കപ്പെട്ടപ്പോൾ ഭീഷണിപ്പെടുത്തിയില്ല, മറിച്ച് നീതിയോടെ വിധിക്കുന്നതായി കയ്യേൽപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഈശോയുടെ മാതൃക പത്രസഭ ചൂണ്ടിക്കാണിച്ച് പഠിപ്പിക്കുന്നുണ്ട് അവിടെ. ഈശോയെ നോക്കണമെന്ന്. ഹെബ്രായ ലേഖനത്തിൻ്റെ 12-ാമത്തെ അധ്യായം 11-ന്റെ അവസാനത്തെ 5-6 വാക്യങ്ങളും 12-ന്റെ 1 മുതൽ വാക്യങ്ങൾ ചേർത്ത് വായിക്കാം. 11-ന്റെ അവസാനത്തെ വാക്യങ്ങളിൽ ഇങ്ങനെ ഒരുപാട് ഉപദ്രവങ്ങൾക്ക് ഇരയായി കഷ്ടപ്പെട്ട് ജീവിച്ച അനേക വിശുദ്ധരെ കുറിച്ച് അവിടെ ചുരുങ്ങിയ വാക്കുകളിൽ പറയുന്നുണ്ട്. ചിലർ പരിഹാസവും ചമ്മട്ടടിയും ബന്ധനവും കാരാഗ്രഹവാസവും സഹിച്ചു, ചിലരെ കല്ലെറിഞ്ഞു, ചിലരെ വിചാരണ ചെയ്തു, ചിലർ 2ആയി വെട്ടുമുറിക്കപ്പെട്ടു, ചിലർ വാളുകൊണ്ട് വധിക്കപ്പെട്ടു, ചിലർ ചെമ്മരാടുകളെയും കോലാടുകളെയും തോല് ധരിച്ച് നിസ്സഹായരായും വേദനിക്കുന്നവരായും പീഡിതരായും അലഞ്ഞു നടന്നു. വനങ്ങളിലും മലകളിലും ഗുഹകളിലും ഒക്കെ ആയിട്ട് അവർ കഴിഞ്ഞുകൂടി എന്നൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയുള്ള വലിയ സാക്ഷിയുടെ സമൂഹം നമുക്കുണ്ട് എന്ന് പറഞ്ഞിട്ട് പറയുകയാണ് 12-ാം അധ്യായത്തിൽ. നമുക്ക് ചുറ്റും സാക്ഷികളുടെ വലിയ സമൂഹമുള്ളതിനാൽ നമ്മെ വിഷമിപ്പിക്കുന്ന ഭാരവും പാപവും നമുക്ക് നീക്കിക്കളയാം. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന ഈ ഓട്ടപതി സർവ്വസ് നമുക്ക് ഓടിത്തീർക്കാം. എങ്ങനെ? നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണരെത്തിക്കുന്നതിനുമായ യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അവൻ തനിക്കുണ്ടായിരുന്ന സന്തോഷം ഉപേക്ഷിച്ച് അപമാനം വകവെക്കാതെ കുരിച്ച് ക്ഷമയോടെ സ്വീകരിച്ചു. എന്ന് പറയാണ്, മനോധൈര്യം അസ്തമിച്ച് നിങ്ങൾ തളർന്നു പോകാതിരിക്കാൻ വേണ്ടി അവൻ തന്നെ എതിർത്ത പാപികളിൽ നിന്ന് എത്രമാത്രം സഹിച്ചെന്ന് ചിന്തിക്കുവിൻ. നിങ്ങൾക്ക് ഇനി രക്തം ചൊരിയേണ്ടി വന്നിട്ടില്ല ഈ പോരാട്ടത്തിൽ എന്നിങ്ങനെ പറഞ്ഞ് അവിടെ വിസ്താരം പഠിപ്പിക്കുകയാണ്. അപ്പോൾ യേശുവിനെ നോക്കണം, പീഡ സഹിക്കുന്ന യേശു നോക്കണം, ക്രൂശിതനായ യേശുവിനെ നോക്കി കരുത്തെടുക്കാനായിട്ട് പറയുകയാണ്. അത് മോഡലാണ്. പക്ഷേ ഞങ്ങളുടെ സഹോദരങ്ങൾ, ഈശോ പഠിപ്പിക്കുന്നതായ ഞങ്ങളോട് തെറ്റ് ചെയ്തവരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങൾ ഞങ്ങൾ ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുമ്പം അതിൻ്റെ 1-ാമത്തെ മാതൃക ഈശോ തന്നെയാണ്. മനുഷ്യനായി ജീവിച്ച ഈശോ 1-ാമത്തെ മാതൃക. അത് നോക്കി നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുറേ കൂടെ നമുക്ക് ചിന്തിക്കേണ്ടതായിട്ട് നമുക്ക് പരിസരത്തിലേക്ക് വരാം. കർത്താവ് ഈശോ മിശിഹായുടെ സമൃദ്ധമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിൻ്റെ അവനനയുമായ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ നിരന്തരമായ സാന്നിധ്യം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.